ചാടിപ്പോയി കറുപ്പല്ല നമ്മളെ പൂച്ചക്കുട്ടിയല്ലേ അതാ തള്ളിയിട്ടതിനെ ആ പൂച്ചക്ക് മര്യാദക്ക് ആ കൊട്ടയിൽ കയറിയ പോലെ ശരിക്കും കാണിയില്ല കാടുള്ളോണ്ട് അല്ലേ മേലോട്ട് കയറാൻ നോക്കുക എന്റെ തലയിലുണ്ട് ചാടി തലയിലുണ്ട് രാത്രി 10 മണിയായപ്പോൾ വിളിക്കുന്നു. കിണറിൽ പൂച്ച ചാടിയിട്ടുണ്ട്, പൂച്ചനെ എടുക്കണം, നമ്മളെ കിണറൊന്ന് വൃത്തിയാക്കി തരും വേണം പറഞ്ഞിട്ടുണ്ട്. ഒന്നും നോക്കിയിട്ട് നമ്മളെ വണ്ടിയും കൊണ്ട് നേരെ വിട്ട്. വലിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, ആ ലൈറ്റും കൈ പിടിച്ചിട്ടോ. രാത്രി സമയമാണ്, കുടിക്കാൻ വെള്ളമല്ല, പിന്നെ പൂച്ച ചത്തു പോകുന്നൊക്കെ അവർ പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ രാത്രി തന്നെ വേഗം പണിക്ക് പോകാൻ തീരുമാനിച്ചത്. ചെന്നപ്പോൾ കിണറിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയിട്ടോ. കിണർ നിറയെ കാട് കയറിയിട്ടുണ്ട്. പിന്നെ പൂച്ച ചത്തു പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വേഗം പൂച്ചനെ പിടിക്കാൻ ഇറങ്ങി. എന്നാൽ ബാക്കി കൂടെ അവിടെ കണ്ടു നോക്കി. ആ കൊട്ടായിട്ട് നമ്മൾ കൊട്ട വയ്ക്കുക. മുള്ളെത്തിയോ മാന്തോ മാറുന്നോ? ചാടൂ. അതെ ആ പിടിച്ചേ ഇല്ല അത് ചാടുണ്ട്. ഞാൻ പിടിച്ചു. പൂച്ച ചാടില്ല അതിനല്ലേ നേരെ പോവുള്ളൂ. ഇനി അടുത്ത പൂച്ച വരട്ടെ. കടയുണ്ട്. അത് കർമ്മ കിട്ടി കെട്ടിയാൽ കപ്പിയുടെ അങ്ങനെ ആ പോസ്റ്റ് ഇടാനാ. അപ്പണ്ട് ബിജാസ് പറഞ്ഞ അവനെ അങ്ങോട്ട് കയറ്റിച്ചിട്ട് ബാക്കി ആരും ആരും വിളിച്ചു വരുത്തിയ. എന്നിട്ട് പട്ടിനെ മേടിച്ചിട്ട് ആ താഴത്തെ പട്ടാളക്കാരൻ്റെ കൂടെ ഉണ്ട്. അതിന് വീട്ടിലൊന്നുമില്ല, ആണുങ്ങളെ മാതിരിണ്ട പട്ടി. വെയിറ്റിംഗ് കൂടെ ഒക്കെ നമുക്ക് പോകാൻ തന്നെ പേടിയാവും, അങ്ങോട്ട് ചാടും വിചാരിച്ചിട്ട്. പക്ഷെ അതിപ്പോ രാത്രി ഒന്നും കഴിഞ്ഞാൽ അങ്ങനെ വിട്ടാലും അതിന് ചാടാൻ കഴിയില്ല പുറത്ത്, അത്രയും തടിയാ. എല്ലാരെയും വിളിച്ചെടുത്തത് സമയം 11:30. 11:30 മണിക്കാണ് നമ്മളെ പാറയിലെ റൌഫും സിയാദും ഇവിടെ കിണർ തേയിക്കൊണ്ടിരിക്കുന്നത്. പോരെ സിയാസ്, സോറി സിയാസ് അവിടെ മുഖം കാണിക്ക്. ഞങ്ങള് പറഞ്ഞു തിന്നാൻ നിൽക്കണ്ട, ആണ് തിന്നോ. രാത്രിയെ പകലാക്കിയ ഒരു കിണർ പണി കേട്ടോ.
അപ്പോൾ ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് എല്ലാ സംവിധാനത്തോടും കൂടി നമ്മൾ കിണർ വൃത്തിയാക്കി കൊടുക്കും കേട്ടോ. അതുപോലെ കിണറിലൊക്കെ പട്ടി, പൂച്ച ഇങ്ങനെയുള്ള ജീവികളൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുക്കൽ തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് പൈസ മേടിക്കാറില്ല സാധാരണ. അത് ജീവനുള്ളതിന് മാത്രം കേട്ടോ. ചത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാണ്. കിണറിന് വലയിട്ട് സുരക്ഷ ഉറപ്പുവരുത്തുക. പരമാവധി എല്ലാ ദിവസവും തന്നെ കിണറിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളമെങ്കിലും കോരാൻ ശ്രമിക്കുക. ഇതുപോലത്തെ നല്ല വീഡിയോസുമായി ഇനി വീണ്ടും കാണാം.